ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. ഞാൻ കാത്ത് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഡബിൾ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എണീറ്റത്. അതെന്തായാലും ഞാൻ നിങ്ങളെയും കാണിക്കാം. അതിന് മുന്നായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ഡയറക്റ്റായിട്ട് കിച്ചണിലേക്കാണ് പോയത്. കിച്ചണിലേക്ക് പോയി നോക്കുമ്പോഴോ ഇന്നൊരു സ്പെഷ്യലാണ്. ഞാനിതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. ഇതെന്തോ ചെക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയാന്ന് പറഞ്ഞു. ഇത് ബാപ്പാൻ്റെ എക്സ്പെരിമെൻറ്റാണ്. അതുകൊണ്ട് അസിസ്റ്റൻറ്റും ബാപ്പാണ് മെയിൻ ഷെഫ്. ഇതെന്തോ ഇവർ ചെറുപ്പത്തിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡാന്ന് അങ്ങനെയൊക്കെ വാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെയ്യുടെ നല്ലൊരു മണം കേട്ടിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് എത്തുന്നത്. ദോശയിലൊക്കെ നല്ല പോലെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? വാപ്പ ഉണ്ടല്ലോ, എന്ത് പണിയാണെങ്കിലും അതിന് നോന്നൊന്നും പറയൂല. നല്ല ഹാർഡ് വർക്കറാണ്. അതുകൊണ്ടാണ് കേട്ടോ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹാപ്പിനെസ്സിനൊക്കെ കാരണം ആളാണ്. മക്കളാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ഒട്ടും പ്രശ്നമില്ല. ഇപ്പം ആൾക്കൊരു കുട്ടി ഫ്രണ്ടുണ്ടോ, അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം ആളുടെ കൂടെ കളിയൊക്കെയാണ്. ഇപ്പം ആളുടെ കൂടെ കളിക്കുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കൊക്കെ തോന്നാറുണ്ട്, നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ വാപ്പ നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നതെന്നൊക്കെ. ഇതിപ്പോൾ നമുക്ക് പണ്ട് കളിച്ചതൊന്നും അത്രയ്ക്ക് ഓർമ്മയില്ല, പക്ഷേ ഇപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് തോന്നാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായതിന് ശേഷം ഉണ്ടല്ലോ ഡയറക്റ്റ് ഫാസിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. അങ്ങനെ പോയതിന് ശേഷം ഞാൻ നൈക്കയുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയോ, ഇതിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു ലിപ്സ്റ്റിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതുവരെ യൂസ് ചെയ്യാത്ത 2-3 പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ നീറ്റായിട്ട് പെട്ടി പൊട്ടിക്കാറൊന്നും എന്നെ കിട്ടൂല കേട്ടോ, എനിക്കതിന് പറ്റാറില്ല. ഇതിപ്പോൾ ഡെലിവറി ഡേറ്റിനേക്കാൾ 2 ദിവസം മുമ്പാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് കിട്ടിയിരുന്നത്. പരിശ്രമത്തിൻ്റെ ഒടുവിൽ പെട്ടി പൊട്ടി ഗൈസ്. അങ്ങനെ ആദ്യം കിട്ടിയത് ഇതാണ് കേട്ടോ, മാർസിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ കലാബാറിൻ്റെ ഒരു എലിമിനേറ്റിംഗ് ക്രീം, പിന്നെ മൈ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ലിപ്സ്റ്റിക്കാണ്, മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഇട്ടിട്ട് തിന്നാലോ കുളിച്ചാൽ വരെ ഇത് പോവാറില്ല. ഇത് നമ്മുടെ ലിപ്സിൽ നിന്ന് റിമൂവ് ആയി കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിട്ട് പോയാൽ ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. എന്ത് ചെയ്താലും അതത്ര പെട്ടെന്നൊന്നും പോകില്ല. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷനാണ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ലിപ്സ്റ്റിക്ക് അത്രയ്ക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അഫോർഡബിൾ ഒന്നുമല്ല. ഒരു 675 റേറ്റാന്ന് തോന്നുന്നു. അതിലുള്ള വേറെ ഷെയ്ഡിനൊക്കെ ഇത്ര റേറ്റില്ല. 500-700ൻ്റെ ഇടയിലുള്ള റേറ്റാണ് ഇതിന് വേറെ ഷെയ്ഡ്സിന് വരുന്നത്. ഇതെന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് അതിൻ്റെ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.